ഡോക്ടർ എം എൻ കാരശ്ശേരി, ഇപ്പോൾ വയനാട്ടിലെ ദുരന്തം, അതിനുശേഷം സർക്കാർ എടുത്ത നിലപാട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് തന്നെ നടത്തിയിരുന്ന രക്ഷാപ്രവർത്തനം, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ എല്ലാ കാലത്തും അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. വയനാട്ടിലെ ടൗൺഷിപ്പ് ഞങ്ങൾ ചെയ്തു കൊടുത്തില്ലേ, ഞങ്ങളത് നന്നാക്കിയില്ലേ, ഞങ്ങളത് കൊടുക്കുകയാണല്ലോ, ഇത്രയും പേർക്ക് ഇത്രയും നല്ല വീടുകൾ, ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഒരൊറ്റ വീട് പോലും കൃത്യമായി കൈമാറിയിട്ടില്ല. സാങ്കേതികമായി ഈ താക്കോൽ കൊടുക്കൽ എന്നൊരു ചടങ്ങ് നടന്നു എന്നൊഴിച്ചാൽ വീടുകൾ കൈമാറിയിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ്. 410 വീടുകളാണ് നിർമ്മാണത്തിലുള്ളത്, 410. അതിൽ 178 കൈമാറുമെന്നുള്ള തീയതി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഓരോ മാസവും മാറ്റി പറയുന്നതാണ് നമ്മൾ കേട്ടത്. ഇതുവരെ അത് കൈമാറിയിട്ടുമില്ല. ഇന്നലെ മന്ത്രി നടത്തിയ ഒരു പ്രകടനം കൂടി നമ്മൾ കാണുകയാണ്. എന്താണ് ഡോക്ടർ എം എൻ കാരശ്ശേരി അങ്ങേക്ക് ഇതിൽ പറയാനുള്ളത്? സ്മൃതി, നമ്മുടെ സർക്കാർ, പൊതുവെ നമ്മുടെ രാഷ്ട്രീയ രംഗം ഏത് അളവിൽ ജീർണിച്ചു പോയി എന്ന് കാണിക്കുന്നതാണ് ഈ വിവാദങ്ങളൊക്കെ. 2024 ജൂലൈ 30 എന്നാണ് എൻ്റെ ഓർമ്മ, അത്ര വലിയൊരു ദുരന്തമുണ്ടായത്. 100 കണക്കിന് ആളുകൾ മരിച്ചു, അനേക ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങളുണ്ടായി. ഇപ്പോൾ 2 കൊല്ലം ആവാൻ പോവുക, 1 കൊല്ലവും 9 മാസമായി. ഇതുവരെ ഒരു വീടും വാസയോഗ്യമായ രീതിയിൽ കൈമാറാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് എന്നതിന് യാതൊരു തർക്കമില്ല. ഇപ്പോൾ എനിക്ക് വലിയ തമാശ തോന്നുകയാണ്, മന്ത്രി അവിടെ പോയി, നല്ല കാര്യം. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ആ വീട്ടുകാരനായ നൗഫലിനോട് സംസാരിക്കുകയാണ്. വാർത്തകളിൽ കണ്ടത് നൗഫലിനെ അദ്ദേഹം കണ്ടിട്ടേ ഇല്ല എന്നാണ്. പിന്നെ എന്തിനാണ് അദ്ദേഹം അവിടെ പോയിരുന്നത്? അവിടെ ആ വീട്ടുകാരൻ്റെ പരാതിയാണല്ലോ പ്രധാന പ്രശ്നം. അയാൾക്ക് ഞാൻ പത്രത്തിൽ കണ്ടത് വിള്ളലുള്ള മുറിയിലേക്ക് അദ്ദേഹം കയറിയില്ല എന്നാണ്. അപ്പോൾ എന്താണ് വിള്ളൽ, ആർക്കാണ് പ്രശ്നം, എവിടെയാണ് വെള്ളം ചോരുന്നത്, വെള്ളം കിനിയുന്നത് എന്ന് നോക്കുന്നതിനൊക്കെ മുമ്പ് ആ വീട്ടുകാരനെ കണ്ട് സംസാരിക്കുക വേണ്ടത്. ഇപ്പം എന്താ ഉണ്ടാവുന്നത്? ആ വീട്ടുകാരനെതിരായിട്ട് അനേകായിരം ആളുകൾ ആക്രമണമാണ്. ഇപ്പോൾ സ്മൃതി പരുത്തിക്കാട് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ എന്തൊരു ഭീകരമായ സൈബർ ആക്രമണമാണ്. അപ്പോൾ ഈ സൈബർ ആക്രമണമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വന്നിരിക്കുകയാണ്. നൗഫലിന് അദ്ദേഹത്തിൻ്റെ പരാതി പറയാൻ അവകാശമുണ്ട്. അത് ഏത് പാർട്ടിക്കാരനാണെങ്കിലും. അതേ ഇവിടുത്തെ ഒരു പൗരനാണ്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ 16ഓളം കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട ഒരു വളരെ നിർഭാഗ്യവാനായൊരു മനുഷ്യൻ്റെ പേരാണ് നൗഫൽ. അദ്ദേഹം ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, ഏത് മതക്കാരനോ ജാതിക്കാരനോ ആയിക്കോട്ടെ, പണമുള്ളവനല്ലാത്തവനായിക്കോട്ടെ, അദ്ദേഹത്തിന് കിട്ടിയ വീടിനെ പറ്റി പരാതി പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. സ്മൃതിക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ഒരു മാധ്യമ പ്രവർത്തക എന്നൊക്കെ അവകാശമുണ്ട്. അതിന് മറുപടി പറഞ്ഞാൽ മതി. അതിന് മറുപടി പറഞ്ഞതിന് പകരം ഇവരൊക്കെ തെറി പറഞ്ഞ് അസ്തപ്രജ്ഞരാക്കിയിട്ട് നിരായുധരാക്കിയിട്ട് നിശബ്ദരാക്കാം എന്ന് വിചാരിക്കുക. ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് വിചാരിക്കുക. അതാണ് ചാനൽ ചർച്ചകളിൽ വന്നിട്ടോ പത്രത്തിൽ എഴുതിയിട്ടോ വാട്സപ്പിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഈ തരത്തിൽ മറുപടി പറഞ്ഞിട്ട് ഇതൊക്കെ മറുപടിയാണോ? അപ്പോൾ നൗഫലിനെ കണ്ട് സംസാരിക്കുക എന്ന് വെച്ചാൽ നൗഫൽ ഒരു പ്രതീകമാണ്. അവിടുത്തെ ദുരന്തബാധിതരായ നിർഭാഗ്യവന്മാരായ മനുഷ്യരുടെ കൂട്ടത്തിലെ ഒരാളാണ്, അവരുടെ ഒരു പ്രതിനിധിയാണ് നൗഫൽ. അപ്പോൾ ആ വീടിന് ഏതെങ്കിലും തരത്തിൽ പോരായ്മയുണ്ട് എങ്കിൽ അത് നിവർത്തിച്ചിട്ടേ അതിൻ്റെ പണം തരുള്ളൂ എന്ന് ഈ ഊരാളുങ്കലിനോട് പറയുക എന്നുള്ളതാണ് മന്ത്രിയുടെ പണി. അദ്ദേഹം വീട്ടിൽ പോണതിലൊന്നും ഒരു അനൗചിത്യം ഞാൻ കാണുന്നില്ല. പക്ഷേ വീട്ടിൽ പോയാലുള്ള ആദ്യത്തെ പണി നൗഫലിനെ കാണുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇവിടെ ചർച്ച നടക്കേണ്ടിയിരുന്നത് ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായ തരത്തിൽ ഉരുൾപൊട്ടൽ ഇനി ഇല്ലാതെ നോക്കാൻ പരിസ്ഥിതി സംരക്ഷണ സംബന്ധമായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്കെന്താണ് ഒരു പരിസ്ഥിതി നയം പരിഷ്കരിക്കേണ്ടത്, പ്രകൃതി ഈ തരത്തിൽ നമ്മളോട് പെരുമാറുമ്പോൾ നമ്മൾ പ്രകൃതിയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മാധവ് ഗാഡ്ഗിൽ മരിച്ചുപോയി. അപ്പോൾ മാധവ് ഗാഡ്ഗിൽ എന്താണ് പറഞ്ഞത്? അപ്പോൾ അത്തരം കാര്യങ്ങളാണ് വാസുവിൽ ചർച്ച ചെയ്യേണ്ടത്. ചർച്ച ചെയ്യുന്നത് എന്താണ്, നൗഫൽ ഏത് പാർട്ടിക്കാരനാണ്, അയാളുടെ താല്പര്യം എന്താണ് എന്നൊക്കെ എനിക്ക് ആവർത്തിക്കാൻ വയ്യാത്ത തരത്തിലുള്ള വൃത്തികേടുകളാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ ചർച്ച അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തെക്കാളൊക്കെ പ്രധാനം ഇതൊരു മനുഷ്യ ദുരന്തമാണല്ലോ. ഇതൊരു അഖിലേന്ത്യ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നൊരു മഹാസംഭവമാണിത്. അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ അതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിൽ നമ്മൾ എന്താ പഠിച്ചത്, അതിലെ ദുരന്തബാധിതരോട് എങ്ങനെ പെരുമാറണം,
അവരുടെ പരാതികൾ എങ്ങനെ പരിഹരിക്കണം. അപ്പോഴൊക്കെ രാഷ്ട്രീയമോ ജാതിയോ മതമോ വേറെ വല്ല വൃത്തികേടോ പറഞ്ഞിട്ട് ഇവരെ നിശബ്ദരാക്കാം എന്ന് വിചാരിക്കുക, പിന്നെ ആവശ്യമില്ലാതെ തർക്കിക്കാം. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, ഇത്തരം എന്ത് വരുമ്പോഴും പൊന്തി വരുന്ന ഒരു പേരാണ് ഊരാളുങ്കൽ. അപ്പോൾ എന്താണ് ഈ ഊരാളുങ്കൽ ഗവൺമെൻറ്റുമായിട്ട് തീർത്താ തീരാത്ത ഒരു ബന്ധമുള്ളതെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ആളുകൾ പല സംശയവും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ സംശയം ഉന്നയിക്കുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ 178 വീടുകൾ കൈമാറി എന്ന് പറഞ്ഞാൽ അത് വാസയോഗ്യമായി ആളുകൾ അവിടെ താമസിക്കുന്നു, അവിടെ വെള്ളമുണ്ട്, അവിടെ മൂത്രപ്പുരയുണ്ട്, അവിടെ കിടന്നുറങ്ങാൻ സൗകര്യമുണ്ട്, അവിടെ കറണ്ടുണ്ട് എന്നൊക്കെ ഉറപ്പാക്കിയതിനെയാണല്ലോ വാസയോഗ്യം എന്ന് പറയാം. അപ്പോൾ ഇലക്ഷന് വേണ്ടി ഈ താക്കോല് കൈമാറലും അതിൻ്റെ ഫോട്ടോയും വീഡിയോയിലും വരലാണ് രാഷ്ട്രീയ പ്രവർത്തനം, അതാണ് സർക്കാരിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ്. കാരണം എന്തും തർക്കിച്ച് തോൽപ്പിക്കാം, അതാണ് വർത്തമാനം പറഞ്ഞാൽ മതി. അത് പറയുമ്പോൾ കടത്തി പറയാം, പച്ചത്തെറി പറയാം, യുക്തി പറയാതിരിക്കുക. തെറി പറയുന്ന ആരാണ്? പരാജിതൻ്റെ ആയുധമാണ് തെറി എന്നുള്ളത് എന്നും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. വാദമുള്ളവൻ വാദം പറഞ്ഞാൽ മതി, തെറി പറയുന്ന ആരാണ്? വാദമില്ലാത്തവനാണ്, തോറ്റവനാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ദുരന്തബാധിതർ ഇവരുടെ തെറി കേൾക്കേണ്ട ഒരു നിവൃത്തികേടും കൂടി വരികയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വാതിൽ തുറക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കക്കൂസിൽ വെള്ളം വരുന്നില്ല, അല്ലെങ്കിൽ മൂത്രപ്പുര ശരിയല്ല, അല്ലെങ്കിൽ വിള്ളലുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസൗകര്യമുണ്ട് എന്ന് പറയാൻ വയ്യ. അപ്പോഴേക്കും അവൻ്റെ രാഷ്ട്രീയം അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ പരാതി ശരിയാണോ എന്ന് അന്വേഷിക്കാൻ ബന്ധപ്പെട്ട കോൺട്രാക്ടർമാരോട് പറയും, അവർ എഞ്ചിനീയർമാരെ അയക്കുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുക. വർത്തമാനം പറയല്ല വേണ്ടത്, ക്രിയാ കേവലം ഉത്തരം എന്ന് പറയുമല്ലോ. ഉത്തരം എന്ന് പറയുന്നത് അതിൻ്റെ ക്രിയയാണ്, അതിൻ്റെ പരിഹാരമാണ്. അതിന് പകരം പ്രസംഗിക്കുക, അല്ലെങ്കിൽ വാൾ പോസ്റ്റ്, മറ്റേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക തുടങ്ങിയുള്ള പണികൾ, അല്ലെങ്കിൽ കമൻ്റ് ഇടുക, അല്ലെങ്കിൽ തെറി പറയുക. വലിയ സന്തോഷമായിരിക്കും ആൾക്കാർക്ക്. എനിക്ക് അറിഞ്ഞൂടാ, ഒരു നിർഭാഗ്യവാനായ മനുഷ്യനോട് ഇങ്ങനെ തെറി പറയുന്നതിൽ എന്ത് ആനന്ദമാണ് ഇവർക്ക് കിട്ടുന്നത്, അത് ഏത് രാഷ്ട്രീയമാണ് എന്നെനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും സ്മൃതി, നമ്മുടെ ഒരു ദുരന്തത്തിൻ്റെ അവശേഷത്തിൽ പോലും അതിൽ നിന്നൊന്നും പഠിക്കാതെ, അതിൽ നിന്നൊന്നും പരസ്പരം മനസ്സിലാക്കാതെ നമ്മൾ ഈ തരത്തിൽ കെട്ടുപോകുന്നു എന്ന വളരെ നിർഭാഗ്യകരമായൊരു അവസ്ഥയാണ് ഇത് കാണിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ എസ് സജീവൻ, ഇപ്പോൾ ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ CEO പറയുന്നത് സമയമെടുത്ത് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ തരത്തിൽ ചോർച്ചയുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കെട്ടിടത്തിൽ ഈ കെട്ടിടത്തിൽ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.